ഹണി റോസിനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് രാഹുൽ ഈശ്വർ. നടി ഹണി റോസിനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് രാഹുൽ ഈശ്വർ. വ്യാജ പരാതി നൽകി രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. ഹണി റോസിനെ ബഹുമാനത്തോടെ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. കേസ് കൊടുത്തതുകൊണ്ട് വിമർശനം കുറയില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അതേസമയം കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ വന്നത് വ്യാജ പോക്സോ കേസാണ്. കുടുംബതർക്കമാണ് കാരണം. ഒരു പുരുഷന് താൻ നിരപരാധിയാണെന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത സാഹചര്യമാണുള്ളതെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. കൺമുന്നിൽ നിയമം ദുരുപയോഗം ചെയ്യുകയാണെന്നും പുരുഷനെതിരെ കേസെടുക്കുന്നതാണ് പുരോഗമനമെന്ന് കരുതുന്നുവെന്നും രാഹുൽ ഈശ്വർ പരിഹസിച്ചു. കേസ് എങ്ങനെ നടത്തണമെന്ന് ഹണി റോസും പഠിക്കട്ടെ. തന്റെ കേസ് താൻ തന്നെ വാദിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഹണി റോസ് നൽകിയ പുതിയ പരാതിയിൽ കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ കേസെടുത്തിരുന്നു. ഹണി റോസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയും നിരന്തരം അപമാനിക്കുന്നുവെന്നാണ് പരാതി. ആദ്യ പരാതിയിൽ അധിക്ഷേപ പരാമർശത്തിൽ രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കിയിരുന്നു. കേസ് പരിഗണിക്കവേ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിട്ടില്ലെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്ന് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് നടിയെ വിമർശിച്ച രാഹുൽ ഈശ്വർ രംഗത്തെത്തിയത്. നടിയുടെ വസ്ത്രധാരണത്തെ അടക്കം വിമർശിച്ചിരുന്നു. ഇതിന് ചുവട് പിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നടിക്കെതിരെ വ്യാപക പ്രചാരണവും ഉണ്ടായി. ഇത് ചൂണ്ടിക്കാട്ടിയാണ് കൊച്ചി സിറ്റി പോലീസിനെ സമീപിച്ചത്.